മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്ന് ഞാനൊരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, 8 മണിയൊക്കെ ആവാറായി. ശരിക്കും പറഞ്ഞാൽ 8:45 ഞാൻ എഴുന്നേക്കാറ്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി എഴുന്നേറ്റത്. അപ്പം നല്ല പുറത്തുനിന്ന് ഇങ്ങനെ വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല വീഡിയോ. രാത്രി കിടക്കാൻ സമയത്ത് രാത്രി ഒരു 10 മണി 11 മണി ആവും ഉറങ്ങാൻ. അപ്പോൾ ഉറങ്ങാൻ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കും നാളെ രാവിലെ വർക്കിന് എഴുന്നേറ്റ് പോകേണ്ടത്. അപ്പം ഇങ്ങനെ മടി പിടിച്ചായിരിക്കും ഉറങ്ങുക. പക്ഷേ എങ്ങനെ പോയാലും രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകും കേട്ടോ വർക്കിന്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടാലും പോയി പല്ല് തേക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ഇതേ ഡ്രസ്സൊക്കെ ഇട്ട് ഹെയറൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയൊരു അരമണിക്കൂർ ഉണ്ടാവും. അരമണിക്കൂറിനുള്ളിൽ പോയാൽ മതി. 9:30 9:45 ആവുന്ന സമയത്താണ് ബസ് ഉള്ളത്. തൊട്ടടുത്താണ് ഇവിടെ, പക്ഷെ നടന്നു പോകാനുള്ള ചെറിയൊരു മടിയുണ്ട്. ബസ്സിനാണ് ഡെയിലി പോവാറ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. പത്തിരിയും ചിക്കൻ കറിയാണ്. ചിക്കൻ വരട്ടിയ പോലെയാണ്. എന്താണ് പത്തിരിയുടെ കട്ടി ഇങ്ങനെ നോക്കണ്ട. ഇവിടുത്തെ പത്തിരി ഇങ്ങനെയാണ്, പുതിയ മോഡലാണ്. ബസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ബസ് വരണം. ബസ് വരാൻ ലേറ്റ് ആയി എന്ന് കണ്ടപ്പോൾ തന്നെ ഞാനൊരു ഓട്ടോയും വിളിച്ച് നേരെ വിട്ടു. ഫൈനലി ഫാമിലി എത്തിയിട്ടുണ്ട്. നമുക്ക് വഴിയെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ. ഓക്കെ. അങ്ങനെ ഫാമിൽ വന്ന ഔട്ട്ലെറ്റ്സ് എന്തൊക്കെയാ ഇല്ലാതെ നോക്കിയിട്ട് അതൊക്കെ ഫില്ലാക്കി വെച്ചു. ഓക്കെ, സെറ്റാക്കി വെച്ചു. എനിക്ക് ഫാമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിതാ ഇവിടെയാണ് ഇരിക്കാറ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല ആകാശവും മേഘവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചകൾ. അതാ കാണുന്നത് ഒരു മലയാണ്. എല്ലാം കൊണ്ടും അടിപൊളിതാ. രണ്ട് സൈഡിലും വയലാണ്. വയലിന്റെ സൈഡിൽ കൂടെ ഒരു റോഡാണിത്. പണ്ട് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ വയലൊന്നും വലിയൊരു കാട് എന്നൊന്നും പറയുമ്പോൾ വലിയൊരു കഥയൊന്നും തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പച്ചപ്പ് അതൊക്കെ. അവിടെ ഇത് കാലിത്തീറ്റയാണ് ഈ കാണുന്നത് ഫുള്ള്. ഇതൊക്കെ കാലിത്തീറ്റയാണ്. അവിടെ ഉണ്ട്. അവിടെ ഇപ്പം കാലിത്തീറ്റയ്ക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കാറ്. കണ്ടില്ലേ? ഓരോരോ പൈപ്പ് ലൈനായിട്ട് ഇവിടെ ഫ്രണ്ടിലുണ്ട്. കണ്ടില്ലേ? ഈ പൈപ്പ് കൂടെയാണ് വെള്ളം വരിക. എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാർക്ക് അറിയണമെന്നുണ്ടാവൂല എങ്ങനെയാ ഇപ്പം വയലില് പുല്ലുകൾക്കൊക്കെ എങ്ങനെയാ വെള്ളം അടിക്കാറെന്നൊന്നും അറിയാനുണ്ടാവൂല. അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കാം. മേലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ കാണിച്ചു തരാം ഫാം. ഗൈസ്, അങ്ങനെ വർക്ക് കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഏകദേശം 6:30 അടുത്ത് ആവാറായി. അപ്പം ഫുൾ ടയേർഡായി. ഭയങ്കര വന്ന പോലെയല്ല തിരിച്ചു പോകുമ്പോൾ അബദ്ധമായി. ബട്ട് ഇറ്റ്സ് ഓക്കെ. വീട്ടിലേക്കല്ലേ പോകുന്നത്, കുഴപ്പമില്ല. അപ്പം നമുക്കിനി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് ആരെങ്കിലും വരുമോയെന്ന് അറിയില്ല. ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ. ഇപ്പം വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് ഞാനൊരു കുറേ ദിവസമായി ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒരു താഴെയൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഈ വീട്ടിൽ പോയിട്ട് നോക്കാം. ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ബസ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. നമ്മുടെ കർത്തവ്യം വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ചുറ്റും ബേക്കറി വന്നില്ലേ? നല്ല രസമല്ലേ വയലൊക്കെ കൂടെ കാണാൻ. സമയത്ത് ജോലി എടുക്കണം മിസ്റ്റർ. ഫോണ് കളിച്ചിരിക്കലല്ല. ജോലി കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോ എനിക്ക് വാൾ സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാൾ സ്റ്റിക്കർ വാങ്ങിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനിയിപ്പം ഇവിടെ സെറ്റപ്പ് ആക്കി എടുക്കണം, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പം നമുക്ക് കണ്ടാലോ. ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ആക്കിയിട്ടുള്ളത്.
ഈ ഒരു ഷേപ്പിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനിയിപ്പോൾ ബാക്കി നോക്കാം. വാൾ സ്റ്റിക്കറൊക്കെ വാങ്ങി നമുക്ക് സെറ്റപ്പ് ആക്കാൻ നോക്കാം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ വന്ന പാടിന് നേരെ ഞാൻ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, അത് ഞാൻ വെച്ചിരിക്കരുത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, ഫുൾ ടയേർഡായി, ഒന്ന് ഫ്രഷ് ആയി ഇരുന്ന് കുറച്ച് എന്തെങ്കിലും കഴിച്ച് ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് വേണം ഇനിയിപ്പം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ഇപ്പം വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനാവില്ല, പിന്നെ നമ്മൾ ഫുൾ ടയേർഡാണ്. അപ്പം ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ജിസ്ന വിമലിൻ്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ നേരെ ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. Bye guys.